സാധാരണക്കാരായ ആളുകളാണ് മരിച്ചു വീഴുന്നത്. അതിൽ നമുക്ക് വല്ലാത്ത വിഷമമുണ്ട്, പ്രയാസമുണ്ട്. പ്രതിസന്ധി നേരിടുന്നത്, ജീവൻ അപകടത്തിലായിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളുടേതാണ്. അത് നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ സ്വന്തം ജനതയെ സംരക്ഷിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ആർക്കാണുള്ളത്? അതാത് രാജ്യങ്ങൾക്കല്ലേ. അതാത് രാജ്യങ്ങൾ അത് ചെയ്യാൻ ബാധ്യസ്ഥരുമല്ലേ. എന്തിനാണ് സ്വന്തം ജനതയെ ഈ കെടുതിയിലേക്ക് തള്ളിവിടുന്നത്? അല്ല, ഈ സേഫ് സോൺ, നിന്നെ ആര് വിളിച്ചടാ കഥാപ്രസംഗം കേൾക്കാൻ? ഇറങ്ങി പോടാ നീയൊക്കെ. നമ്മളെ നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യത്തിനൊപ്പം നിന്നിട്ടാ സംസാരിക്കുന്നത്. നിന്നെയൊന്നും ഇവിടെ ആരും വിളിച്ചിട്ടില്ലല്ലോ. വലിഞ്ഞു കയറി വന്നതല്ലേ. ഇറങ്ങി പോടാ കേൾക്കുണ്ടെങ്കില്. നീ ഹമാസിനും ഹൂതിക്കും ഒക്കെ വേണ്ടിയിട്ട് പോയി 2 റക്അത്ത് നമസ്കരിക്ക് ചെല്ല്. അതാണ് നിനക്കൊക്കെ നല്ലത്. അതല്ലെങ്കിൽ ഹമാസ് ഇനിയെങ്കിലും നിലനിൽക്കണേ എന്ന് പറ. അതല്ലെങ്കിൽ കേരളത്തിലെ ഹമാസിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി നിന്നെ കൊണ്ടാകുന്ന എന്തെങ്കിലും രൂപത്തിൽ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കണമല്ലോ. എന്തെങ്കിലും അങ്ങ് ചെയ്. മോനം കൂടി ചെല്ല്. മോന് പറ്റുന്നത് അതാണ്. ഇപ്പോ നമ്മൾ ഇസ്രായേലിനെ പിന്തുണച്ചേ പറ്റൂ. ഈ രാജ്യത്തിന്റെ ആവശ്യമാണത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നത് എന്ന് പറഞ്ഞ് ഇന്ന് മുഖ്യമന്ത്രി ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അമേരിക്കയോടും ഇസ്രായേലിനോടും കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നയം രാജ്യത്തിന്റെ പൊതുനിലപാടിനെതിരാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഓർക്കുന്നു. കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നിർമ്മിച്ച AKG ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുമ്പോഴായിരുന്നു പിണറായി വിജയൻ പറഞ്ഞത്. പലസ്തീൻ വിഷയത്തിൽ CPM നടത്തിയ പ്രചരണങ്ങളെ എതിർത്ത ആളുകൾക്ക് പ്രത്യേക ഉദ്ദേശമുണ്ടായിരുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇതൊരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രം വിഷയമല്ല. അതുകൊണ്ടാണ് അന്താരാഷ്ട്ര കോടതി പോലും പലസ്തീൻ വിഷയത്തിൽ ഇടപെടുന്നത് എന്നും, എന്നാൽ അതിനൊന്നും ഇസ്രായേൽ വില കൽപ്പിക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞു. രാജ്യ താല്പര്യം ഇസ്രായേലിനോടൊപ്പമാണെങ്കിൽ നമ്മളും ഇസ്രായേലിനോടൊപ്പം തന്നെ നിൽക്കും. ഇപ്പോ ഇറാന്റെ പ്രസിഡന്റാണ് ഇബ്രാഹിം റൈസി. അദ്ദേഹമാണ് പേജർ പൊട്ടിത്തെറിച്ച് ഹെലികോപ്റ്റർ അപകടം എന്നൊക്കെ ഇവർ പറഞ്ഞതായിരുന്നില്ല. പേജർ സ്ഫോടനമായിരുന്നു, തീർന്നു. അതിൻ്റെയും പിന്നാലെയാണ് ഇസ്മായിൽ ഹനിയെ ഇറാന്റെ അകത്ത് കയറി തീർത്തത്. ഇറാൻ അങ്ങോട്ട് കലിപ്പടങ്ങാതിരിക്കുമ്പോഴാണ് ഹിസ്ബുള്ള തലവനായ ഹസൻ നസ്രുള്ളയുടെ തലയെടുക്കുന്നത്. പിന്നീട് അതിനെ തുടർന്ന് യഹ്യാ സിൻവാറിന്റെ തലയെടുത്തു. അങ്ങനെ ഓരോരുത്തരുടെ വീതം തലകൾ എടുത്തെടുത്തെടുത്ത് വന്നപ്പോൾ ഇനി ഞങ്ങൾ ഇസ്രായേലിനോട് ക്ഷമിക്കില്ല എന്ന ഒരു നയം ഇറാൻ സ്വീകരിച്ചു. ഇപ്പോ ടെല്ലവീവിന് നേരെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ പതിച്ചതായി, ബാലിസ്റ്റിക് മിസൈലിന്റെ ആക്രമണം നടന്നതായി ഇസ്രായേൽ സൈന്യം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. 200-ലധികം മിസൈലുകളാണ് ഇപ്പോൾ ഇറാൻ അയച്ചത്. ഇസ്രായേലിനു നേരെ ഇറാൻ മിസൈൽ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതായി അമേരിക്ക മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ അപ്രതീക്ഷിതമായ തിരിച്ചടി ഇസ്രായേലിനെതിരെ. ഇസ്രായേൽ സേന തന്നെയാണ് മിസൈൽ ആക്രമണം സ്ഥിരീകരിച്ചത്. നിരവധി പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകളുണ്ട്. സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് നീങ്ങാൻ ഇസ്രായേൽ സേന ജനങ്ങളോട് ആവശ്യപ്പെട്ടു. ചിലയിടങ്ങളിൽ ആക്രമണം തടഞ്ഞതായി BBC റിപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഇസ്രായേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയതായി ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ള നേതാവായ ഹസൻ നസ്രുള്ളയെയും ഹമാസ് മേധാവിയായ ഇസ്മായിൽ ഹനിയെയും വധിച്ചതിനുള്ള തിരിച്ചടിയാണ് മിസൈൽ ആക്രമണം എന്ന് ഇറാൻ സൈന്യം വ്യക്തമാക്കി. ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിൽ വിമാനത്താവളങ്ങൾ അടച്ചുപൂട്ടി. ടെല്ലവീവ് സുരക്ഷ മന്ത്രിസഭ അടിയന്തര യോഗം ചേരുകയാണ്. കാരണം ടെല്ലവീവിലാണ് ഏറ്റവും കൂടുതൽ മിസൈൽ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുള്ളത് എന്ന് മൊസാദ് അറിയിച്ചിരുന്നു. തിരിച്ചടിച്ചാൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാരണം ഇറാൻ അങ്ങോട്ട് തൊടുത്തു 200 എണ്ണം, തിരിച്ച് 2000 എണ്ണം വരുമെന്നറിയാം. അതുകൊണ്ടൊരു മുൻകൂർ ജാമ്യം എടുക്കുവാണ് ഇറാൻ. ഞങ്ങളുടെ നേതാക്കളെ ഇല്ലാതാക്കിയത് കൊണ്ടുള്ള പ്രതികാര നടപടിയാണ് ഞങ്ങൾ ചെയ്തത്, ഇനി ഞങ്ങളെ ഇങ്ങോട്ട് ആക്രമിക്കരുത്. പക്ഷേ ജൂതപ്പക അടങ്ങുമോ? ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലായിരുന്നു ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടത്. ഇറാന്റെ ഏതാക്രമണവും കടുത്ത പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു.
ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ലെബനനിൽ കരയാക്രമണം തുടങ്ങിയതായി ഇസ്രായേൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത്. ഇതിനിടയിൽ ടെല്ലവീവിലെ ജാഫയിൽ നടന്ന വെടിവെപ്പിൽ 8 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇറാന്റെ ആക്രമണത്തെ പ്രതിരോധിക്കാനും ഇസ്രായേലിനെ സഹായിക്കാനും മേഖലയിലെ അമേരിക്കൻ സൈന്യത്തെ സംരക്ഷിക്കുന്നതിനും ഒക്കെയുള്ള തയ്യാറെടുപ്പിലാണ് US പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച പുലർച്ചെയാണ് തെക്കൻ ലെബനനിൽ ചെറിയ ദൂരത്തേക്ക് ഇസ്രായേൽ കരസേന കടന്നു കയറുന്നത്. പരിമിതവും പ്രാദേശികവുമായ ചില കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് സൈനിക നീക്കമെന്ന വിശദീകരണത്തോടെയാണ് ലെബനനിൽ പുതിയ യുദ്ധമുഖം തുറന്ന് കരയുദ്ധം ആരംഭിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തെക്കൻ ബെയ്റൂട്ടിലെ 30 ഗ്രാമങ്ങളിലുള്ള ആളുകൾ വീട് വിട്ട് വടക്കൻ ലെബനനിലേക്ക് മാറാൻ ഇസ്രായേൽ സൈന്യം നിർദ്ദേശിച്ചു. എന്നാൽ ഇസ്രായേൽ കരസേന ഇതുവരെ ലെബനൻ അതിർത്തി കടന്നിട്ടില്ലെന്നും എത്തിയാൽ നേരിട്ടുള്ള പോരാട്ടത്തിന് ഒരുക്കമാണെന്നുമാണ് ഹിസ്ബുള്ള ആവർത്തിച്ചത്. കരയുദ്ധത്തിനൊപ്പം ചൊവ്വാഴ്ച ലെബനനിലുടനീളം വ്യാപകമായ ആക്രമണവും ഇസ്രായേൽ നടത്തി. തലസ്ഥാന നഗരമായ ബെയ്റൂട്ടിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നു. തെക്കൻ ലെബനനിലെ ഐനുൽ ഹിൽവയിൽ നിരവധി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പലസ്തീനി അഭയാർത്ഥി ക്യാമ്പ് ബോംബിൽ നിലംപൊത്തി. ഇവിടെ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവർക്കായി രക്ഷാപ്രവർത്തനം തുടരുകയാണ്. 10 ലക്ഷത്തിലേറെ ആളുകൾ ഇതിനോടകം നാടുവിട്ടതായി രാജ്യം അറിയിക്കും. ചരിത്രത്തിലെ ഏറ്റവും അപകടകരമായ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ലെബനൻ പ്രധാനമന്ത്രി നജീബ് മീഖാത്തി പറഞ്ഞു. ഇസ്രായേൽ സൈനിക നീക്കത്തിന്റെ തിരിച്ചടിയായി ടെല്ലവീവിൽ ഹിസ്ബുള്ളയും ആക്രമണം നടത്തിയിട്ടുണ്ട്. മൊസാദ് ആസ്ഥാനത്തിന് നേരെ ഫാദി 4 റോക്കറ്റുകൾ ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ള അവകാശപ്പെട്ടു. മറ്റൊരു രഹസ്യാന്വേഷണ വിഭാഗമായ യൂണിറ്റ് 8200ന്റെ ആസ്ഥാനത്തിന് നേരെയും ആക്രമണമുണ്ടായി. ഇതിനെക്കുറിച്ച് ഇതുവരെ ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല. ഇവിടെ ഇറാൻ ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ ഇസ്രായേൽ ഒന്നേ പറയുന്നുള്ളൂ: നിങ്ങൾ ഒരു മഹായുദ്ധത്തിന് തയ്യാറെടുക്കുക. 3ാം ലോക മഹായുദ്ധമാണ് ഇനി ആരംഭിക്കാൻ പോകുന്നത്. അപ്പോ ഒരേ സമയം 3 രാജ്യങ്ങളെ ഒരുമിച്ച് ആക്രമിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ സൈന്യം. പശ്ചിമേഷ്യയിലെ 3 രാജ്യങ്ങളിൽ ഒരേ സമയം ഇസ്രായേലിന്റെ വ്യോമാക്രമണം തിരിച്ചടിയായിട്ട് വരുന്നു. ഗാസയ്ക്ക് പുറമെ ലെബനനിലും യമനിലും ഒക്കെ വ്യാപകമായ ബോംബാക്രമണം ഇസ്രായേൽ നടത്തി. 3 രാജ്യങ്ങളിലായി ആയിരക്കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത്. ലെബനനിൽ സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്കൊപ്പം ജനവാസ മേഖലകളിലും ഇസ്രായേൽ ആക്രമണം നടത്തി. യമനിൽ വൈദ്യുതി നിലയങ്ങൾ, തുറമുഖം എന്നിവയ്ക്ക് നേരെയായിരുന്നു ബോംബ് വർഷം. ഗാസയിൽ ഹമാസിന്റെ നിരവധി കേന്ദ്രങ്ങളിലാണ് ആക്രമണങ്ങൾ നടത്തിയത്. യമനിൽ ഹുദൈദ, റാസൽ ഇസ്സ തുറമുഖങ്ങളോട് ചേർന്ന എണ്ണ സംഭരണികളൊക്കെ ബോംബിൽ തകർത്തു. ഇതില് കുറച്ചുപേർ സ്വാഭാവികമാണ്, മരണങ്ങൾ ഉണ്ടാകും, പരിക്കുകൾ ഉണ്ടാകും. ഇത് സ്വന്തം രാജ്യത്തെ ആളുകളാണ് അത് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോ ഇറാൻ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഇസ്രയേലിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടന്നിരിക്കുന്നു. ഇറാന്റെ ഭാഗത്തു നിന്ന് മിസൈൽ ആക്രമണം ഉണ്ടാകുമെന്ന് US ആണ് മുന്നറിയിപ്പ് നൽകിയത് ഇസ്രായേലിന്. ജെറുസലേമിൽ ഉണ്ടായ അപായ സൈറണുകൾ മുഴങ്ങിയതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഏകദേശം 400ഓളം മിസൈലുകൾ ഇറാൻ വിക്ഷേപിച്ചു എന്ന് വിവരം വരുന്നുണ്ട്. 200 പറയുന്നു. പലതും ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം നിർവീര്യമാക്കിയതായും ചിലത് തുറസായ സ്ഥലങ്ങളിൽ പതിപ്പിച്ചുവെന്നും ഇസ്രായേലിന്റെ സേന പറയുന്നു. എന്നാൽ ജെറുസലേമിൽ ഉൾപ്പെടെ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. മിസൈൽ ആക്രമണ മുന്നറിയിപ്പിനെ തുടർന്ന് രാജ്യത്തെ ജനങ്ങൾ ബങ്കറുകൾ ഉൾപ്പെടെയുള്ള സുരക്ഷിതമായ സ്ഥാനങ്ങളിൽ അഭയം പ്രാപിക്കണമെന്ന് ഇസ്രായേലിന്റെ പ്രതിരോധ സേന അറിയിച്ചു. ഇസ്രായേൽ തലസ്ഥാനമായ ടെല്ലവീവിലും ഭീകരരുടെ വെടിവയ്പുണ്ടായി. ജാഫയിലെ ജെറുസലേം സ്ട്രീറ്റിലാണ് സംഭവം. വെടിവയ്പിൽ 9 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 4 പേരുടെ നില ഗുരുതരമാണെന്ന് റിപ്പോർട്ടുകൾ.
ഭീകരരെ ഇസ്രായേലി സൈന്യം വധിച്ചു. അതേസമയം ഇറാൻ നേരിട്ടൊരു ആക്രമണത്തിന് മുതിർന്നാൽ ശക്തമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും അമേരിക്ക മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഇറാൻ ഇസ്രായേലിനെതിരെ ആക്രമിച്ചിരിക്കുന്നത്. എന്നാൽ ഇറാനെ പ്രതിരോധിക്കാൻ തയ്യാറെടുക്കുമ്പോഴും ലെബനനെ ആക്രമിക്കാൻ ഇസ്രായേലിന്റെ സൈന്യമുണ്ട്, യമനിലെ ഹൂതികളെ ആക്രമിക്കാൻ ഇസ്രായേലിന്റെ സൈന്യമുണ്ട്, ഹമാസിനെ ആക്രമിക്കാൻ ഇസ്രായേലിന്റെ സൈന്യമുണ്ട്. ഇറാനെ പ്രതിരോധിക്കാനും ഇസ്രായേൽ സൈന്യം സജ്ജമാണ്. ആലോചിച്ച് നോക്കിക്കേ, എല്ലാ രാജ്യവും കൂടി ഒരുമിച്ച് ചേർന്ന് നിന്ന് ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ജൂതവിരോധം ഒന്നുകൊണ്ട് മാത്രമാണ്. തീക്കട്ടയിലും ഉറുമ്പരിക്കുമോ എന്ന ആശ്ചര്യത്തോടു കൂടിയാണ് ഇസ്രായേലിനെതിരെ ഇറാന്റെ ആക്രമണത്തെ ലോകരാജ്യങ്ങൾ പോലും വിശേഷിപ്പിച്ചത്. മൊസാദ് എന്ന ഇസ്രായേൽ ചാര ഏജൻസിയെ കുറിച്ച് പറഞ്ഞാൽ ശരിക്കും അത് തീക്കട്ട തന്നെയാണ്. ഇറാൻ പൗരനായ ഇസ്രായേൽ ചാരൻ കൃത്യമായ വിവരങ്ങൾ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഹിസ്ബുള്ള നേതാവായ സെയ്ദ് ഹസൻ നസ്രുള്ള ഉണ്ടായിരുന്ന പ്രദേശം ഇസ്രായേൽ സൈന്യത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെയാണ് മിസൈൽ വർഷിച്ചത്. ഫ്രഞ്ച് മാധ്യമത്തിന്റെ റിപ്പോർട്ടുകൾ വന്നു. അതിന് പിന്നാലെയാണ് പ്രതികരണവുമായി മുൻ ഇറാൻ പ്രസിഡന്റായ മഹ്മൂദ് അഹമ്മദിനെജാദ് വന്നത്. ഇസ്രായേലി ചാരവൃത്തിയെ പ്രതിരോധിക്കാൻ ഇറാനിൽ പ്രവർത്തിക്കുന്ന ദേശീയ രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവൻ ഒരു ഇസ്രായേൽ ചാരനായിരുന്നു എന്ന് CNN തർക്കിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. ആരെ വിശ്വസിക്കുമെന്നറിയാത്ത പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ഹിസ്ബുള്ളയും ഇറാനുമൊക്കെ. ഇടതും വലതും നിൽക്കുന്ന ആളുകൾ മൊസാദിന്റെ ചാരന്മാരാണോ എന്ന് സംശയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മറഞ്ഞിരിക്കുന്നു. വലിയ വെളിപ്പെടുത്തലാണ് മുൻ ഇറാൻ പ്രസിഡന്റ് നടത്തിയത്. പ്രത്യേക യൂണിറ്റിൽ ഡബിൾ ഏജന്റുമാർ പ്രവർത്തിക്കുന്നതായും ഇവർ ഇറാനിയൻ ആണവ പദ്ധതിയെ കുറിച്ചിട്ടുള്ള തന്ത്രപ്രധാനമായ വിവരങ്ങൾ ഇസ്രായേലിന് നൽകുന്നുവെന്നും പറഞ്ഞ അഹമ്മദിനെജാദ് ഇറാന്റെ മൊസാദ് വിരുദ്ധ രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവൻ മൊസാദ് ഏജന്റ് ആയിരുന്നു എന്നും കൂട്ടിച്ചേർത്തു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും അദ്ദേഹം ഭയത്തോടുകൂടി പറയുന്നു. 2024 ജൂണിൽ നടക്കുന്ന ഇറാന്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥിത്വം അഹമ്മദിനെജാദ് നിരസിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് വെളിപ്പെടുത്തൽ വന്നത്. ഇറാൻ പൗരനായ ഇസ്രായേലി ചാരൻ കൃത്യമായി വിവരങ്ങൾ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഹിസ്ബുള്ള നേതാവ് സെയ്ദ് ഹസൻ നസ്രുള്ള ഉണ്ടായിരുന്ന സ്ഥലം ഇസ്രായേൽ സൈന്യം മിസൈൽ വർഷിച്ചത്. ബെയ്റൂട്ടിലുള്ള ഹിസ്ബുള്ള ആസ്ഥാനത്തെ ഭൂഗർഭ അറയിൽ വെച്ച് ഉന്നതതല അംഗങ്ങളുമായി ഹസൻ നസ്രുള്ള യോഗം ചേർന്നു. എന്തായിരുന്നു ആ യോഗം? ഒക്ടോബർ 7 സമാനമായ ഒരു ആക്രമണം ഇസ്രായേലിനെതിരെ ഉണ്ടാകും. അത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് എല്ലാ നേതാക്കളും തെറിച്ചു. ആദ്യം നേതാവും പിന്നീട് ഗുണ്ടകളും തെറിച്ചു. ശനിയാഴ്ച പുലർച്ചെയായിരുന്നു ബെയ്റൂട്ടിലെ ആക്രമണത്തിൽ നസ്രുള്ള കൊല്ലപ്പെടുന്നത്. ലോകത്തെ ഭീതിപ്പെടുത്താൻ നസ്രുള്ള ഇനി ഇല്ല എന്ന ആമുഖത്തോടെ ഇസ്രായേൽ സൈന്യമാണ് മരണവാർത്ത അറിയിച്ചത്. പിന്നീട് ഹിസ്ബുള്ളയും ഈ വാർത്ത സ്ഥിരീകരിക്കുകയായിരുന്നു. എന്നാൽ ഇറാനിയൻ ജനതയ്ക്ക് സന്ദേശം നൽകുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചെയ്തത്. ഇസ്രായേൽ സാധാരണ ഇറാൻ ജനതയ്ക്കൊപ്പം ഉണ്ടാകുമെന്നും ഇറാൻ ഉടനെ ഈ സ്വേച്ഛാധിപതികളിൽ നിന്നും സ്വതന്ത്രമാകുമെന്നും നെതന്യാഹു പറഞ്ഞു. ഇറാനിലെ ജനങ്ങൾക്ക് നേരിട്ട് നൽകിയ സന്ദേശത്തിലാണ് ഈ ഒരു മുന്നറിയിപ്പ്, ഒരു ഒരുമിച്ച് പിടിക്കൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇറാൻ പിന്തുണയ്ക്കുന്നു എന്ന ആരോപണമുള്ള ഹമാസിനും ഹിസ്ബുള്ളയ്ക്കുമെതിരെ ഇസ്രായേൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഘട്ടത്തിലാണ് നെതന്യാഹുവിന്റെ അസാധാരണമായ സന്ദേശം ഇറാനിലെ സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നത്. എല്ലാ ദിവസവും നിങ്ങളെ സ്വാധീനിക്കുന്നതിന് വേണ്ടി ലെബനനെ പ്രതിരോധിക്കുമെന്നും ഗാസയെ പ്രതിരോധിക്കുമെന്നും പറഞ്ഞ തീപ്പൊരി പ്രസംഗങ്ങൾ നടത്തുന്ന ഒരു ഭരണകൂടത്തെ നിങ്ങൾ കാണുന്നുണ്ട്. എന്നിട്ട് എല്ലാ ദിവസവും ആ ഭരണകൂടം നമ്മുടെ പ്രദേശത്തെ കൂടുതൽ ഇരുട്ടിലേക്കും ആഴത്തിലുള്ള യുദ്ധത്തിലേക്കും ആഴ്ത്തുന്നു. നെതന്യാഹു ഇറാൻ ജനതയോട് അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചും അവരുടെ ഭരണാധികാരികൾ അവരോട് ചെയ്യുന്ന തീവ്രമായ അനീതികളെ കുറിച്ചും സംസാരിച്ചു. ഇറാനിയൻ ഭാഷയിലുള്ള സബ് ടൈറ്റിലോടുകൂടിയാണ് നെതന്യാഹു വീഡിയോ സന്ദേശം നൽകിയത്. ഇറാന്റെ പാവകൾ ഇല്ലാതാകുകയാണ് എന്ന് പറഞ്ഞ നെതന്യാഹു പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന് എത്തിച്ചേരാൻ സാധിക്കാത്ത ഒരിടവും ഇല്ല എന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഞങ്ങളുടെ ജനങ്ങളെ സംരക്ഷിക്കാൻ
ഞങ്ങൾ ഇവിടെ അറ്റം വരെയും പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓരോ നിമിഷവും കുലീനരായ പേർഷ്യൻ ജനതയെ നിങ്ങളുടെ ഭരണകൂടം അഗാധമായ ദുഃഖത്തിലേക്കാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാൻകാരിൽ ബഹുഭൂരിപക്ഷത്തിനും അവരുടെ ഭരണകൂടം തങ്ങളെക്കുറിച്ചൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നറിയാം. അവർക്ക് നിങ്ങളെക്കുറിച്ച് ശ്രദ്ധയുണ്ടായിരുന്നെങ്കിൽ പശ്ചിമേഷ്യയിലുടനീളം നിരർത്ഥകമായ യുദ്ധങ്ങൾക്കായി കോടിക്കണക്കിന് ഡോളർ പാഴാക്കുമായിരുന്നില്ല. അതൊക്കെ നിങ്ങളുടെ ജീവൻ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പണമാണ്. അവരാണവായുധങ്ങൾക്കും വിദേശ യുദ്ധങ്ങൾക്കും വേണ്ടി വാരിക്കോരി ചെലവാക്കുന്നത്. അത് നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനും നിങ്ങളുടെ സുരക്ഷയ്ക്കും വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പണമാണ് അവർ ഈ യുദ്ധത്തിനും കെടുതികൾക്കും വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, നിങ്ങളോടൊപ്പമാണ് ഞങ്ങളുള്ളത് എന്നും ബെഞ്ചമിൻ നെതന്യാഹു ഇറാൻ ജനതയോട് പറഞ്ഞു. ഇപ്പോ ലെബനനിലെ ഇസ്രായേൽ കരയുദ്ധം കടുപ്പിച്ചതിന് പിന്നാലെയാണ് ഇറാൻ ഇരിക്കപ്പുറതി ഇല്ലാതായത്. അങ്ങനെയാണ് കടുത്ത പ്രത്യാഘാതം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കിട്ടിയിട്ട് പോലും തിരിച്ചടിക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ടാണ്. അതുമാത്രമല്ല ജയാനന്ദൻ, ജൂതന്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ ഒരുമിച്ച് കിട്ടുക എന്നതാണ് ഇവിടെ. കാരണം ലെബനൻ, യമൻ, സിറിയ, ഇറാഖ്, ഇറാൻ, പിന്നെ തുർക്കി, ഇതൊക്കെ ഇവരുടെ കൂടെ തന്നെ ഉണ്ടല്ലോ. സുരേഷ്, അവരുടെ കുരുക്കൾ പൊട്ടാതിരിക്കുവോ? കാക്കാമാരുടെ ജീവനല്ലേ പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നത്? ലോകം മുഴുവനും ഇസ്ലാം മതമാക്കി തരുന്നതിന് വേണ്ടി ഇറക്കി പുറപ്പെട്ടതാ. അവനവന്റെ സൗകര്യം നോക്കി മര്യാദയ്ക്ക് അങ്ങ് ഒതുങ്ങി ജീവിച്ച പോരെ. അള്ളാഹുവിനറിയാം അള്ളാഹുവിന്റെ രാജ്യം സംരക്ഷിക്കാൻ, അള്ളാഹുവിന്റെ ജനതയ്ക്ക് സുരക്ഷ ഒരുക്കാൻ അള്ളാഹുവിനറിയാം. ഈ മതം മുഴുവനും അള്ളാഹുവിന് വേണ്ടി ആക്കി തീർക്കാൻ പാവപ്പെട്ട നമ്മുടെ കയ്യിൽ ആയുധവും തന്നിട്ട് നമ്മളെ ഏൽപ്പിക്കേണ്ട കാര്യം എന്താ? പടച്ചോൻ അതൊക്കെ ചെയ്യാൻ കഴിയില്ലേ? അത് പടച്ചോൻ ചെയ്യില്ലേ? പടച്ചോൻ ചെയ്യും. കൃഷ്ണൻ ഹായ് തമിഴ് പേശക്ക. എന്തിന്? കൃഷ്ണന് വേണ്ടിയിട്ട് മാത്രം ഞാൻ തമിഴ് പറയണു? ഇവിടെ മലയാളികളാണ് ഇപ്പോൾ ഉള്ളത്. മര്യാദയ്ക്ക് മലയാളം തന്നെ ഇവിടെ സംസാരിക്കാൻ പറ്റുന്നില്ല. എബി മാത്യു ഇവിടെ ഫോണിൽ പ്രതികരിക്കാന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ, എന്ത് പറ്റി? ഇപ്പോ ഇറാഖിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞതാണ്, ഇറാൻ പൊട്ടിച്ചിട്ടുണ്ട് ഇസ്രായേലിനെതിരെ. ഇസ്രായേൽ ഇനിയും അത് ലോക മഹായുദ്ധത്തിലേക്ക് പോകുമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ അമേരിക്ക നൽകിയിരുന്ന മുന്നറിയിപ്പ്. ആ മുന്നറിയിപ്പുകളെ അവഗണിച്ചിട്ടാണ് ഇപ്പോൾ ഈ തിരിച്ചടി. സ്വാഭാവികമാണ്. ജയാനന്ദ്, ഇവിടെ ഇസ്രായേൽ എപ്പോഴും പറയുന്നു ഞങ്ങൾക്ക് യുദ്ധം വേണ്ട, ഞങ്ങൾക്ക് സമാധാനമാണ് താല്പര്യം, ഞങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാനാണ് താല്പര്യം. വിടത്തില്ലെങ്കിൽ എന്തു ചെയ്യും? ഒരു രൂപത്തിലും അവർക്കും സമാധാനമില്ല, ഒരു മനുഷ്യനും അവരോട്ട് സമാധാനം കൊടുക്കത്തുമില്ല. എന്നാലോ ഇസ്ലാം സമാധാനത്തിന്റെ മതമാണെന്നാണ് ഇവർ പറയാറുള്ളത്. ആർക്ക സമാധാനം? ഇസ്ലാം കൊണ്ട് ആർക്കെങ്കിലും ലോകത്ത് സമാധാനം കിട്ടിയിട്ടുണ്ടോ? ഇസ്ലാമിന്റെ മത സ്ഥാപകനാണ് എന്ന് പറഞ്ഞിട്ട് പ്രവാചകനെങ്കിലും സമാധാനം കിട്ടിയിട്ടുണ്ടോ? ഒരിക്കലും. ഇസ്ലാം ആർക്കും സമാധാനം നൽകുന്നില്ല, മുസ്ലിങ്ങൾക്കും ഇല്ല, അമുസ്ലിങ്ങൾക്കും ഇല്ല. ഇസ്ലാം കൊണ്ട് ആർക്കും സമാധാനം കിട്ടാനും പോകുന്നില്ല. ഈ മതം നിലനിൽക്കുന്നിടത്തോളം കാലം മനുഷ്യൻ പ്രശ്നത്തിലും പ്രതിസന്ധിയിലേക്കും തന്നെ പോയിക്കൊണ്ടിരിക്കും. ഒന്ന് നിർത്തിപ്പോടോ അവിടെ നിന്ന്. ബാസിത്ത് നീ ഇറങ്ങിപ്പോടാ, അതല്ലേ കുറച്ചുകൂടി ബുദ്ധി. നീ എന്തിനാടാ മദ്രസ സംസ്കാരം വെച്ചിട്ട് ഇങ്ങോട്ട് വന്ന് കയറിയത്? അങ്ങോട്ടടിക്കാൻ പോയിട്ടാണ് നൗഫലെ, ഒരു സംശയവും. അങ്ങോട്ടടിക്കാൻ പോയി തിരിച്ചടി കിട്ടുമ്പോൾ മോങ്ങിയിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം. നന്ദി. നേരം വെളുക്കുന്നതിന് മുമ്പ് എഴുതി വെച്ചോ, ഇതിന്റെ 10 മടങ്ങ് ശക്തിയിൽ ഇസ്രായേൽ ഇറാന് മറുപടി കൊടുത്തിട്ടേ അവര് വിശ്രമിക്കൂ. കാത്തിരുന്ന് കാണാം. നന്ദി.